ഇടതുമുന്നണി ഭരണം രാജഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്നതെന്ന രൂക്ഷ വിമർശനവുമായി CPI. കേരളത്തിൽ കൂട്ടുകക്ഷി ഭരണമാണെന്ന് CPM മറക്കുന്നുവെന്ന് സംസ്ഥാന കൗൺസിലിൽ വിമർശനമുയർന്നു. പിണറായി വിജയൻ മന്ത്രിസഭയെന്ന് വിശേഷിപ്പിച്ച് മുഖ്യമന്ത്രിയെ മാത്രം ഉയർത്തിക്കാട്ടുകയാണ്. സർക്കാർ വാർഷികത്തിന് വലിയ തുക ചെലവഴിക്കുന്നത് ശരിയല്ലെന്നും സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ വിമർശനമുണ്ട്. റഹീസ് റഷീദ് ചേരുന്നു. റഷീദ്, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. റഹീസ്, CPI സംസ്ഥാന കൗൺസിലിൽ സംസ്ഥാന സർക്കാരിനെതിരെ നല്ല വിമർശനങ്ങളാണല്ലോ ഉയരുന്നത്. സാധാരണ രീതിയിൽ ഇടതുപക്ഷത്തെ തിരുത്തൽ ശക്തിയാണ് CPI എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അടുത്ത കാലത്തായിട്ട് ബിനോയ് വിശ്വം അതിന് മുതിരുന്നില്ല എന്നൊരു വിമർശനവും CPIയുടെ സംസ്ഥാന കൗൺസിൽ ഉണ്ടായിരുന്നാണ് അറിയുന്നത്. ഇതിലും ഈ വിഷയത്തിൽ പിണറായി മന്ത്രിസഭ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്, ബാക്കിയുള്ള സഖ്യകക്ഷികളെ അവഗണിക്കുകയാണ് എന്നുള്ള പൊതുവികാരമാണോ സംസ്ഥാന കൗൺസിലിൽ ഉയർന്നത് CPIയിൽ? ഗുഡ് മോർണിംഗ് അരുൺ. എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാരിനെയാണ് കൗൺസിലിൽ വിമർശിച്ചതെങ്കിൽ പോലും വിമർശനത്തിന്റെ മുന കൊള്ളുന്നത് മുഴുവൻ CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനാണ്. കാരണം ഇടതുമുന്നണി സർക്കാർ ഒരു രാജഭരണത്തെ, ഇടതുമുന്നണി എന്നത് ഒരു രാജഭരണത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ പോകുകയാണ്. സർക്കാർ എന്നത് ഇതൊരു കൂട്ടുകക്ഷി സർക്കാരാണെന്ന് CPMന് ഓർമ്മയില്ല. അത് ഓർമ്മപ്പെടുത്തേണ്ട CPI നേതൃത്വം അത് ചെയ്യുന്നുമില്ല. എനിക്ക് തോന്നുന്നു അതാണ് അതിനകത്തെ പ്രസക്തമായ കാര്യം. CPM ഇത് അവരൊരു ഒറ്റകക്ഷി ഭരണം പോലെ കൊണ്ടുപോകുമ്പോൾ അത് അങ്ങനെയല്ല. മുന്നണി എന്നൊരു സംവിധാനമുണ്ട്, അതിലെ രണ്ടാമത്തെ കക്ഷിയാണ് CPI എന്ന് CPMനെ ഓർമ്മപ്പെടുത്തേണ്ട ചുമതല നമ്മുടെ നേതാക്കൾ ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ ചെയ്യുന്നില്ല എന്നൊരു വിമർശനം സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് ഇടതു ഭരണം എന്നല്ല പറയുന്നത്, പകരം പിണറായി വിജയൻ സർക്കാർ എന്നാണ് നിരന്തരം പറയുന്നത്. അതിൽ മാറ്റം വരുത്തണമെന്ന്, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന നിലപാട് മുമ്പുള്ള കൗൺസിൽ യോഗത്തിലും ഉന്നയിച്ചതാണ്. പക്ഷേ അതിലൊരു മാറ്റം വരുന്നില്ല. 4ാം വാർഷിക ആഘോഷ പരിപാടിയും പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികം എന്ന തരത്തിൽ തന്നെയാണ് ബ്രാൻഡ് ചെയ്യുന്നത്. അത് ശരിയായൊരു നടപടിയല്ല എന്ന് പറയുന്നു. ഒപ്പം ഈ സമയത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇത്ര വലിയ തുക ചെലവഴിച്ച് 4ാം വാർഷികാഘോഷങ്ങൾ നടത്തേണ്ടതുണ്ടോ, അത് ശരിയാണോ എന്നൊരു ചോദ്യവും കൗൺസിൽ യോഗത്തിലുണ്ടായി. കൗൺസിൽ യോഗം ഇന്നും തുടരും. ഡോക്ടർ അരുൺ. ഓക്കെ, റഹീസ് റഷീദാണ് നമുക്കൊപ്പം ചേർന്നത്. CPIയുടെ സംസ്ഥാന കൗൺസിലിൽ CPM മൊത്തത്തിൽ ഈ സർക്കാരിനെ ക്രെഡിറ്റ് കൊണ്ടുപോവുകയാണോ? പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുമ്പോൾ മറ്റ് സഖ്യകക്ഷികൾക്ക് വലിയ പ്രാധാന്യമൊന്നും ഇതിലില്ലേ തുടങ്ങിയ ചോദ്യങ്ങളാണ് സംസ്ഥാന കൗൺസിലിൽ ഉയർന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഇടവേളയ്ക്കു ശേഷം CPI സംസ്ഥാന കൗൺസിലിൽ അത്തരം വിമർശനങ്ങൾ ഉയരുന്നു എന്നതും ശ്രദ്ധേയമാണ്.